ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ത്തിലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ കഞ്ച എന്ന അധ്യായത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മീനിങ്സും തന്നിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. മാസ്റ്റർ സാബ് മേ ചിങ്കാരിയാം സുലഗ് രഹി ഥി. മാസ്റ്റർജിയുടെ കണ്ണുകളിൽ തീപ്പൊരികൾ ഇങ്ങനെ ആളിക്കത്തുന്നത് പോലെ, പുകയുന്നത് പോലെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നു സാറിൻ്റെ കണ്ണുകളിൽ. അപ്പു റോത്താ ഹുവാ ബെഞ്ച് പർ ചടാ. കരഞ്ഞുകൊണ്ട് അപ്പു ആ ബെഞ്ചിൻ്റെ മുകളിൽ കയറി. പടോസി കക്ഷാക്കി ടീച്ചറിനെ ദർവാസെ സെ ഝാങ്ക് കർ ദേഖ. അപ്പോൾ അടുത്ത ആ ക്ലാസ്സിലെ ടീച്ചർ ഇങ്ങനെ കഥകിലൂടെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. ഫിർ സമ്മിളിത് ഹസി. പിന്നെ എല്ലാവരും കൂടെ ചിരിക്കാനും തുടങ്ങി. ഒരുമിച്ച് സമ്മിളിത് ഹോക്കർ, ഒരുമിച്ച് ചിരിക്കാൻ തുടങ്ങി. रोकने की पूरी कोशिश करने पर भी वह अपना दुख रोक नहीं सका, सुबकता रहा. അപ്പോൾ അവൻ മാക്സിമം അവനെ കൊണ്ടാവുന്ന ട്രൈ ചെയ്തു കൺട്രോൾ ചെയ്യാനായിട്ട്, ആ വിഷമം കൺട്രോൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷെ അവന് ആ ദുഃഖ് റോഗ് നെയ് സക്ക. പക്ഷെ അവന് ആ വിഷമം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ല. സുബക്ത റഹ, സോബിങ്. സുബക്ന എന്ന് പറഞ്ഞാൽ സോബ് ചെയ്യുക, അതായത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കരയത്തില്ല ഞങ്ങൾ, അതിനെയാണ് സുബക്ത റഹ. ഓക്കെ, റോത്തേ റോത്തേ ഉസ്കാ ദുഃഖ് ബഡ്താ ഹി ഗയാ. सब उसकी तरफ देख देख कर उसकी हंसी उड़ा रहे हैं. രാമൻ, മല്ലിക, സബ്. അപ്പോൾ റോത്തെ റോത്തെ ഉസ്കാ ദുഃഖ് ബഡ്താ ഹി ഗയ. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അവൻ്റെ ഈ വിഷമം ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ് ചെയ്തത്. സബ് ഉസ്കി തരഫ് ദേഖ് ദേഖ് കർ ഉസ്കി ഹൻസി ഉഡാ രഹേ. എല്ലാവരും അവനെ നോക്കി നോക്കിയാണ് കളിയാക്കി ചിരിക്കുന്നത്. രാമൻ, അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? രാമൻ, മല്ലിക, അങ്ങനെ എല്ലാവരും ആ ക്ലാസ്സിലുള്ള അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവനെ നോക്കിയിട്ട് കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. बेंच पर खड़े खड़े उसने सोचा, दिखा दूंगा सबको, जॉर्ज को आने दो. जॉर्ज जब आए, जॉर्ज के आने पर वह कंचे खरीदेगा. इनमें से किसी को वह खेलने नहीं बुलाएगा. कंचे को देख ये ललचाएंगे, इतना खूबसूरत कंचा है. അപ്പോൾ ബെഞ്ച് പർ ഖടേ ഖടേ ഉസ്നെ സോച്ച. ആ ബെഞ്ചിൽ നിന്നിട്ട്, കാരണം ഇവരൊക്കെ കളിയാക്കിയാണല്ലോ, അപ്പോൾ ആ ബെഞ്ചിൽ നിന്നിട്ട് അവൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ദിഖാ ദുങ്ക സബ്കോ, എല്ലാവരും ഞാൻ കാണിച്ചു തരാം. ജോർജ് കോ ആനെ തോ, ജോർജ് ഒന്ന് വരട്ടെ. ജോർജ് ജബ് ആയേ, ജോർജ് കെ ആനെ പർ വ കഞ്ചേ ഖരീദേഗ. ജോർജ് വന്നതും അവൻ കഞ്ച മേടിക്കും. പിന്നെ ഇൻമേസെ കിസിക്കോ വ ഖേൽനെ നഹി ബുലായക. ഇതിൽ നോക്കിക്കോ, ഇവരിൽ ആരെയും ജോർജ് കളിക്കാനായിട്ട് വിളിക്കത്തില്ല. കഞ്ചിക്ക് ദേഖിയെ ലൽച്ചായെങ്കിൽ, ആ കഞ്ച കണ്ടിട്ട് ഇവർക്ക് എന്താണ്, ഇവർ ടെംപ്റ്റഡ് ആവും, അതായത് പ്രലോഭിതരാകും. അതായത് അവർക്ക് ആഗ്രഹം കൂടും, അവർക്ക് കളിക്കണം എന്നുള്ള ആഗ്രഹം കൂടും. അത്ര ഭംഗിയുണ്ട് ആ കഞ്ചയ്ക്ക്. ഇത്നാ ഖൂബ്സൂരത് കഞ്ച ഹെ. അപ്പോൾ ഹരി ലക്കീർ വാലെ സഫേദ് ഗോൽ കഞ്ചെ ബഡേ ആംവ്ലെ ജൈസെ. അപ്പോൾ ഹരി ലക്കീർ വാലെ, ഗ്രീനിഷ് കളറിലുള്ള ലൈനുള്ള, എന്താ വെള്ള കളറിലുള്ള കഞ്ച. ബഡേ ആംവ്ലെ ജൈസെ, വലിയ നെല്ലിക്കയുടെ അത്രയും അളവുള്ള കഞ്ച. തബ് शक हुआ, कंचा मिले किसे, क्या मांगने पर दुकानदार देगा. जॉर्ज को साथ लेकर पूछें तो नहीं दे तो. അപ്പോൾ ഷക്ക് ഹുവ, എന്നിട്ടും ഡൗട്ട് തോന്നി. കഞ്ച മിലേ കേസെ, ആ കഞ്ച എങ്ങനെ കിട്ടും. ക്യാ മാങ്നെ പർ ദുക്കാൻദാർ ദേഗ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ദുക്കാൻദാർ തരുമോ, കടക്കാരൻ തരുമോ. ജോർജ് കോ സാത്ത് ലേക്കർ പൂച്ചേ തോ, ജോർജിനെ കൂടെ കൊണ്ടുപോയിട്ട് ചോദിക്കുകയാണെങ്കിലോ. നഹി ദേ തോ, തന്നില്ലെങ്കിലോ. കിസി കോ ശക് ഹോ തോ പൂച്ച് ലോ. മാസ്റ്റർ ജീനെ ഉസ് ഘണ്ടെ കാ സബക് സമാപ്ത് കർ ദിയ. അപ്പോൾ മാസ്റ്റർ ജി പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പഠിപ്പിച്ചതിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മാസ്റ്റർ ജീനെ ഉസ് ഘണ്ടെ കാ സബക് സമാപ്ത് കർ ദിയ. ആ അവറിലെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, ആ അവറിലെ എന്താണ് സിലബസ് കംപ്ലീറ്റ് ചെയ്തു. ക്യാ കിസിക്കോ കോയി ഷക്ക് നഹി, ആർക്കും ഇല്ല ഡൗട്ട്. അപ്പു की शंका अभी दूर नहीं हुई थी. वह सोच रहा था, क्या जॉर्ज को साथ ले चलने पर दुकानदार कंचा नहीं देगा. अगर खरीदना ही पड़े तो कितने पैसे लगेंगे. അപ്പോൾ അപ്പോഴും അപ്പുവിൻ്റെ മനസ്സിലെന്താ, കഞ്ചയെ പറ്റിയുള്ള ടോപ്പിക്കാണ്. സാറ് വഴക്കു പറഞ്ഞ് ഇപ്പോൾ അപ്പു ഇങ്ങനെ വിഷമിതനായിട്ട് ഇങ്ങനെ ബെഞ്ചിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോഴും അപ്പുവിൻ്റെ മനസ്സിലുള്ള ഡൗട്ട് എന്താണ്, ആ കഞ്ചയെ പറ്റിയാണ്. അവൻ്റെ മനസ്സിൽ മുഴുവനും അതാണ്. അപ്പോൾ കിശങ്ക അഭി ദൂർ നഹി ഹുയി തി, അവൻ്റെ ആ ഡൗട്ട് ഇപ്പോഴും
ക്ലിയർ ആയിട്ടില്ലായിരുന്നു. എന്തായിരുന്നു ഡൗട്ട്? ആ കഞ്ച കിട്ടുമോ? വ സോച്ച് രഹാ താ ക്യാ ജോർജ് കോ സാത്ത് ലേ ചലനെ പർ ദുക്കാൻദാർ കഞ്ച നഹി ദേഗാ. അപ്പോൾ ജോർജിനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ കടക്കാരൻ കഞ്ച നൽകത്തില്ല, കഞ്ച മേടിക്കാനായിട്ട് എനിക്ക് പറ്റുമോ? കഞ്ച അവൻ കടക്കാരൻ തരുമോ? അഗർ ഖരീദ്നാ ഹി പടേ തോ കിത്നെ പൈസെ ലഗേങ്കി. ഇപ്പം ഞാൻ മേടിക്കുകയാണെങ്കിൽ തന്നെ എത്ര കാശ് ഉണ്ടാവും അതിന്? राम ने मास्टर जी से सवाल किया और उसे सवाल का जवाब मिला. अम्मिनी ने शंका का समाधान कराया. कई छात्रों ने यह दोहराया. അപ്പോൾ രാമനെ മാസ്റ്റർ ജിയെ സവാൽ കിയ. അപ്പോൾ രാമൻ മാസ്റ്റർ ജിയോട് ചോദ്യം ചോദിക്കുകയാണ്. കാരണം സാറ് പഠിപ്പിച്ചതൊക്കെ അവർ ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ സാറ് ചോദിച്ചു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ആർക്കും ഡൗട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ രാമൻ അവിടെ സാറിൻ്റെ അടുത്ത് സംശയം ചോദിക്കുകയാണ്. സവാൽ കിയ और उसे सवाल का जवाब मिला. അങ്ങനെ സാർ അതിൻ്റെ ആൻസറും കൊടുക്കുകയാണ്. അമ്മിനിനെ ശങ്കാക്ക സമാധാൻ കറായ. അമ്മിനി എന്താണ് ഡൗട്ടും ക്ലിയർ ചെയ്ത് കൊടുത്തു അവന്. അപ്പോൾ കൈ ഛാത്രോനെ യദോറായ, അത് മറ്റ് ഫ്രണ്ട്സും ഒക്കെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ആൻസർ പറയുന്നത് പോലെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആൻസർ പറയുകയാണ്. അങ്ങനെ രാമൻ്റെ ഡൗട്ട് സാറും ക്ലിയർ ചെയ്തു, എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ അതിൻ്റെ ആൻസർ പറയുകയുമാണ്. കൈ ഛാത്രോനെ യഹ് ദൊറായ. ദൊറാന എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അവരെ ഫ്രണ്ട്സൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ആൻസേഴ്സ്. അപ്പോൾ ക്യാ സോച്ച് രഹേ ഹോ? മാസ്റ്റർ ജീനെ പൂച്ച. പൂച്ച് ലോ നാ, ശങ്ക ക്യാ ഹേ? ആ ചോദിച്ചോ, എന്താ നിനക്ക് ഡൗട്ട്? ശങ്ക ജറൂർ ഹേ, നിനക്ക് ഡൗട്ട് എന്തോ ഉണ്ട്. ക്യാ ജോർജ് को साथ ले चलने पर दुकानदार कंचे देगा? नहीं तो कितने पैसे लगेंगे? क्या 5 पैसे में मिलेगा? 10 पैसे में? അപ്പോൾ ഇതൊക്കെ ആ കാര്യങ്ങൾ എന്താ കഞ്ചയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സെയിം കാര്യം, ജോർജിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഗോട്ടി കിട്ടുമോ? നഹി തോ കിത്നെ പൈസ ലഗെങ്കി. ഇപ്പോൾ എനിക്കായിട്ട് തരുന്നില്ല കടക്കാരൻ എന്നുണ്ടെങ്കിൽ എന്താണ്, അത് എത്ര കാശാവും അതിന് മേടിക്കുകയാണെങ്കിൽ? ക്യാ 5 പൈസമേ മിലേഗാ 10 പൈസമേ? 5 പൈസയ്ക്ക് കിട്ടുമോ അതോ 10 പൈസയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോഴും അപ്പു ആ ക്ലാസ്സിൽ നിന്നിട്ട്. ക്യാ സോച്ച് രഹേ ഹോ? പൈസേ ക്യാ? കിത്നെ പൈസ ചാഹിയേ? അപ്പോൾ ക്യാ സോച്ച് രഹേ ഹോ? സർ ചോദിക്കുകയാണ്, എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? പൈസേ എന്ന് അറിയാതെ അപ്പു പറഞ്ഞു. ക്യാ എന്താ? കിത്നെ പൈസ ചാഹിയേ? കിസ്കെ ലിയേ? അപ്പോൾ കിത്നെ പൈസ ചാഹിയേ അങ്ങനെ അറിയാതെ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, എത്ര കാശ് വേണ്ടി വരും എന്ന്. അപ്പോൾ സാർ ചോദിച്ചു, എന്തിനു വേണ്ടി? സാറിന് അതിശയപ്പോയി. ടോപ്പിക്കേ വേറെയാണ് അപ്പോൾ പറയുന്നത്. അപ്പോൾ സാറിന് ഇങ്ങനെ അതിശയം തോന്നിപ്പോയി, ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? കിസ്കേലി എന്തിനു വേണ്ടിയാ? അപ്പോൾ കുച്ച് നെയ് പോല. ആ സമയത്ത് ഒന്നും പറഞ്ഞില്ല അപ്പുവിന് ബോധം വന്നു. കാരണം അപ്പോൾ ഏതോ ഒരു ലോകത്തായിരുന്നു അല്ലേ, കഞ്ചയുടെ ലോകത്തായിരുന്നു. ഇപ്പോൾ അവന് ബോധം വന്നു. हरी लकीर वाले सफ़ेद गोल कंचे उसके सामने से फिसलते गए. मास्टर जी ने पूछा, क्या रेलगाड़ी के लिए? അപ്പോൾ ഹരി ലക്കീർ വാലെ സഫേദ് ഗോൾ കഞ്ചെ ഉസ്കെ സാമനെ സെ ഫിസൽത്തെ ഗെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തെന്നിപ്പോവുക. അതിൻ്റെ അർത്ഥം എന്താ? ആ സ്വപ്ന ലോകത്ത് നിന്ന് തിരിച്ചു വന്നു ആര്? അപ്പു. അതാണ് ഇവിടെ പറയുന്നത്. ഉസ്കെ സാമനെ സെ, ആ ഗോൾ കഞ്ചെ ഫിസൽത്തെ ഗെ. ആ ഗോൾ കഞ്ചയുടെ ആ സീൻ ഇങ്ങനെ തെന്നിപ്പോകുന്നത് പോലെ, അതായത് മനസ്സിൽ നിന്ന് ഇങ്ങനെ പോകാൻ തുടങ്ങി. മാസ്റ്റർ ജീനെ പൂച്ച, ക്യാ റെയിൽഗാഡിക്ക് ലിയേ? എന്താ റെയിൽഗാഡിക്ക് വേണ്ടിയാണോ നീ ചോദിക്കുന്നത്? കാശ് എത്രയാന്ന്? ഉസ്നെ സിർ ഹിലായ, തലയാട്ടി. बेवकूफ़, रेलगाड़ी को पैसे से खरीद नहीं सकते, अगर मिले तो उसे लेकर क्या करेगा? അപ്പോൾ ബേവ്കൂഫ്, മണ്ടൻ. റെയിൽഗാഡി को पैसे से खरीद नहीं सकते, റെയിൽഗാഡി കാശ് കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല. അഗർ മിലേ तो उसे लेकर क्या करेगा? ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ തന്നെ ആ റെയിൽഗാഡി കൊണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ട്രെയിൻ കൊണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് സാറ് ചോദിച്ചു. വ ഖേലേഗാ, ജോർജ് के साथ खेलेगा, റെയിൽഗാഡി नहीं कंचा. അപ്പോൾ ഓദർ പറയുകയാണ്, വ ഖേലേഗ, അവൻ കളിക്കും. ജോർജ് കെ സാത്ത് ഖേലേഗ, ജോർജിൻ്റെ കൂടെ കളിക്കും. റെയിൽഗാഡി നഹി കഞ്ച, റെയിൽഗാഡി കൊണ്ടല്ല കഞ്ച കൊണ്ടാണ് അവൻ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ചപ്രാസി एक നോട്ടീസ് ലായ. ചപ്രാസി അറ്റൻഡർ ഒരു നോട്ടീസ് കൊണ്ടുവന്നു, സ്കൂൾ അറ്റൻഡർ. അപ്പോൾ മാസ്റ്റർ ജീനെ കഹാ, जो फीस लाए हैं वे ऑफिस जाकर जमा कर दें. അപ്പോൾ മാസ്റ്റർ ജി പറഞ്ഞു, ആരൊക്കെ ഫീസ് കൊണ്ടുവന്നിട്ടുണ്ടോ അവർ ഓഫീസിൽ പോയിട്ട് ഫീസ് അടയ്ക്കണം. बहुत से छात्र गए,
കുറേ കുട്ടികൾ, കുറേ വിദ്യാർത്ഥികൾ അവിടെ ഫീസ് അടയ്ക്കാനായിട്ട് പോയി. രാജൻ ने जाते जाते അപ്പു के पैर में ചിക്കോട്ടി കാട്ടി. അപ്പോൾ രാജൻ എന്താ ചെയ്തത്? പോകുന്ന സമയത്ത് പോകുമ്പോൾ ഇങ്ങനെ അപ്പു നിൽക്കുകയല്ലേ, ഇങ്ങനെ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ ബെഞ്ചിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ രാജൻ പോകുന്ന സമയത്ത് പോയി ഇങ്ങനെ അപ്പുവിനെ ഇങ്ങനെ ഒരു ചിക്കോട്ടി കാട്ടിൽ, അതായത് ഒരു പിച്ചി അവന്, അതും അവൻ്റെ കാലിൽ പിച്ചി. ഉസ്നെ पैर खींच लिया, അവൻ വേഗം കാലിങ്ങനെ വലിച്ചു. उसे याद आया उसे भी फीस जमा करनी है, पिताजी ने उसे 1.5 रुपया इसके लिए दिया है. അപ്പോൾ ഉസെ യാദായ, അപ്പോൾ അവന് പെട്ടെന്ന് ഓർമ്മ വന്നു അവനും ഫീസ് അടയ്ക്കാനുണ്ട്. ഫീസ് ജമാ കർണി ഹെ, ഫീസ് അടയ്ക്കാനുണ്ട്. പിതാജീനെ ഉസെ 1.5 रुपया इसके लिए दिया है. 1.5 रुपया എന്ന് പറഞ്ഞാൽ 1.5 രൂപ അച്ഛൻ തന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ അയച്ചിട്ടുണ്ട്. उसने अपनी जेब टटोल कर देखा, 1 रुपये का नोट और 50 पैसे का सिक्का. അപ്പോൾ उसने अपनी जेब टटोल कर देखा, जेब കീശയൊക്കെ തപ്പി നോക്കി. ടട്ടോൾന എന്ന് പറഞ്ഞാൽ തപ്പി നോക്കുക, സെർച്ച് ചെയ്യുക. അപ്പോൾ ടട്ടോൾ കർ ദേഖ 1 रुपये का നോട്ട്, 1 രൂപയുടെ ഒരു നോട്ടും 50 पैसे का സിക്ക, 50 പൈസയുണ്ടായിരുന്നു. वो बेंच से उतरा, ആ ബെഞ്ചിൽ നിന്നും ഇറങ്ങി. കിധർ, മാസ്റ്റർ ജീനെ പൂച്ച, എവിടെയാ പോകുന്നേ? उसके कंठ से खुशी के बुलबुले उठे, उसके कंठ से ഖുഷി കെ ബുൽബുലെ ഉട്ടെ, അത് തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ എന്താണ് ഖുഷി ബുൽബുലെ, അതായത് സന്തോഷം കൊണ്ട് അവൻ്റെ തൊണ്ടയിൽ നിന്നും ഇങ്ങനെ ബുൽബുലെ ഉട്ടെ, അതായത് സന്തോഷമായി എന്ന് പറയുകയാണ്. ഫീസ് ദേനി ഹെ, ഫീസ് മത് ദേന, മാസ്റ്ററിനെ കഹ. വ झिझकता रहा. ऑन द बेंच, वो बेंच पर चढ़कर रोने लगा. क्या भविष्य में कक्षा में ध्यान से पढ़ेगा? അപ്പോൾ സന്തോഷിക്കാൻ കാരണം എന്തായിരിക്കും? ചിലപ്പോൾ ബെഞ്ചിൽ നിന്ന് അവന് ഇറങ്ങാനുള്ള ഒരു ചാൻസ് കിട്ടി, ഫീസ് അടയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ട്, അതായിരിക്കാം സന്തോഷിച്ചത്. ഫീസ് ദേനി ഹെ, ഫീസ് കൊടുക്കാനുണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഫീസ് മത് ദേന മാസ്റ്ററിനേക്കാ, ഫീസൊന്നും കൊടുക്കണ്ട നീ. വ ജിജക്താറ, അവൻ ജിജക്താറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചമ്മൽ പോലെ, എന്താ ചെയ്യേണ്ട എന്നൊരു ആ ഒരു സിറ്റുവേഷൻ, കൺഫ്യൂസ്ഡ്. ഓൺ ദി ബെഞ്ച്, സാറ് ദേഷ്യപ്പെട്ടിട്ട് ബെഞ്ചിൽ കയറിയേ എന്ന് പറഞ്ഞു. അപ്പോൾ ബെഞ്ച് പർ ചടുക്കർ റോനിലക, അപ്പോൾ അവന് വീണ്ടും വിഷമായി. ബെഞ്ചിൽ കയറി നിന്ന് അവൻ കരയാൻ തുടങ്ങി. ക്യാ ഭവിഷ്യമേ കക്ഷാമേ ധ്യാൻ സെ പഠേക, ഇനി ഫ്യൂച്ചറിൽ നീ നല്ലോണം പഠിക്കുമോ? ധ്യാൻ സെ പഠേക, ശ്രദ്ധിച്ച് പഠിക്കുമോ? ധ്യാൻ ദൂങ്ക, അതായത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. വ ദഫ്തർ ഗയ, ദഫ്തർ മേ ബഡി ഭീഡ് थी. बच्चों एक एक करके आओ, क्लर्क बाबू बता रहे हैं. पहले मैं आया हूँ. അപ്പോൾ അവിടെ ഓഫീസിൽ പോയി, ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പോയി ഫീസ് അടയ്ക്കാനായിട്ട്. ദഫ്തർ മേ ബഡി ഭീഡ് എന്ന് പറഞ്ഞാൽ തിരക്ക്, ആളുകളുടെ തിരക്കുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയിട്ട് അവിടെ ക്രൗഡഡ് ആയിരുന്നു. ബച്ചോ ഏക് ഏക് കർക്കെ ആവ് ക്ലർക്ക് ബാബു ബത്താ രഹേ थे. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഓഫീസിലിരിക്കുന്ന ക്ലർക്ക് അവിടുന്ന് കുട്ടികളോട് പറയുന്നുണ്ടായിരുന്നു, ഓരോരുത്തരായിട്ട് വന്നേ. അപ്പോൾ പെഹലെ മേ ആയാ ഹൂँ, അപ്പോൾ ഓരോരുത്തരിങ്ങനെ പറയൂ അല്ലേ, ഞാൻ ആദ്യം വന്നേ, അപ്പോൾ പെഹലെ മേ ആയാ ഹൂँ. അപ്പോൾ അവിടെ എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. मैं ही आया हूँ, मेरे बाकी पैसे. ഇസ് ഷോർഗുൽ സേ അപ്പു ദൂർ ഖടാ റഹാ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ വർത്തമാനങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പെഹലെ മേ ആയാ ഹൂँ, മേ ഹി ആയാ ഹൂँ, മേരെ ബാക്കി പേസെ, എൻ്റെ ബാക്കി കാശ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഓരോരുത്തരിങ്ങനെ പറയുകയാണ്. അവിടെ ഓഫീസിൽ നിന്നും ഫീസ് അടയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഇസ് ഷോർഗുൽ സേ അപ്പു ദൂർ ഖടാ റഹാ. ഷോർഗുൽ എന്ന് പറഞ്ഞാൽ ആ ബഹളം, ആ ഒച്ചയും ബഹളവും, കുട്ടികളിങ്ങനെ ഒച്ചയിടുന്നു, അവിടെ ക്ലർക്ക് പറയുന്നു ഓരോ കുട്ടികളായിട്ടും വരൂ, അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു ഒച്ച. ഷോർഗുൽ സേ അപ്പു ദൂർ ഖടാറ, അപ്പോൾ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു. രാമനെ ഫീസ് ജമാക്കി, മല്ലിക്കാനെ ജമാക്കി, അപ് തോടെ സെ ലഡ്കെ ഹി ബച്ചേ. അപ്പോൾ രാമനും ഫീസ് അടച്ചു, മല്ലിക്കയും ഫീസ് അടച്ചു, ഇനി കുറച്ച് ആൺകുട്ടികളെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. वो सोच रहा था जॉर्ज को साथ लेकर चलूं तो देगा ना, शायद दे, नहीं तो कितने पैसे लगेंगे, 5 पैसे 10 पैसे. അപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പു. ജോർജ് കോ സാത്ത് ലേക്കർ ചലൂ തോ ദേഗാനാ, ജോർജിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ കഞ്ച എനിക്ക് തരുമായിരിക്കും അല്ലേ. ഷായദ് ദേ, ചിലപ്പോൾ തന്നേക്കാം. നെഹി തോ കിത്നെ പൈസ ലഗെങ്കെ, അല്ലെങ്കിൽ എത്ര കാശാവുക? 5 पैसे 10 पैसे, 5 രൂപയോ അതോ 10 പൈസയോ? 5 पैसे 10 पैसे, 5 പൈസയോ അതോ 10 പൈസയോ ആവും. ഹരി ലക്കീറും വാലേ ഗോൾ സഫീദ് കഞ്ചെ,
ആ ഗ്രീനിഷ് ലൈനിലുള്ള ആ വെളുത്ത നല്ല റൗണ്ട് ഉരുണ്ടിരിക്കുന്ന ആ കഞ്ച, വെളുത്ത കഞ്ച. घंटी बजने पर फीस जमा किए हुए सभी बच्चे ഉധർ സെ ചലെ. അപ്പോൾ ബെല്ലടിച്ചതും ആ ഫീസ് അടച്ച എല്ലാ കുട്ടികളും അവിടെ നിന്നും പോയി. വഹ് ബി ചല മാനോ നീന്ദ് സെ ജാക്കർ ചൽ രഹാ ഹോ. വഹ് ബി ചല, അവനും അവിടെ നിന്ന് പോയി. എങ്ങനെയോ ആ സമയത്ത് അവൻ്റെ ആ നടത്തം കാണുമ്പോൾ ശരിക്കും എന്താ തോന്നുക, നീന്ദ് സെ ജാഗ് കർ ചൽ രഹാ ഹോ. ജസ്റ്റ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എങ്ങനെയാണോ ഞങ്ങൾ നടക്കുന്നത് അതുപോലെ നടക്കുകയാണെന്ന് തോന്നും. ക്യാ സബ് ഫീസ് ജമാ കർ ചുക്കേ, എല്ലാവരും ഫീസ് അടച്ചോ എന്ന് സർ ചോദിച്ചു. കക്ഷ ഛോഡ്നെ കെ പെഹലെ മാസ്റ്റർ ജീനെ പൂച്ച. ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സർ എല്ലാവരോടുമായിട്ട് ചോദിച്ചു, എല്ലാവരും ഫീസ് അടച്ചോ? വഹ് നഹി ഊട്ടാ, അവൻ എണീറ്റില്ല. शाम को थोड़ी देर इधर उधर टहलता रहा. लड़के गीली मिट्टी में छोटे गड्ढे खोदकर कंचे खेल रहे थे. वो उनके पास नहीं गया. അപ്പോൾ വൈകുന്നേരമായപ്പോൾ കുറച്ച് സമയം അവൻ ഇവിടെയോ അവിടെയോ ഒക്കെ ഇങ്ങനെ ഉലാത്തി വെറുതെ നടന്നു. ലഡ്ക്കെ ഗീലി മിട്ടിമേ ഛോട്ടെ ഗഡ്ഡെ ഖോദ്കർ. ഗഡ്ഡെ എന്ന് പറഞ്ഞാൽ കുഴി, ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ഗോട്ടി കളിക്കാറ് സാധാരണ. അപ്പോൾ ലഡ്ക്കെ ഗീലി മിട്ടിമേ, ഈ നല്ല നനവുള്ള ആ മണ്ണിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കി ഖോദ്കർ കഞ്ചേ ഖേൽ റേത്തെ, അങ്ങനെ അവർ ഇങ്ങനെ ഗോട്ടി കളിക്കുകയായിരുന്നു. ഉൻകെ പാസ് നഹി ഗയ, അവൻ അവരുടെ പക്കൽ പോയില്ല. फाटक के सींखचे थामे उसने सड़क की तरफ देखा. वहाँ उस मोड़ पर दुकान है. दुकान में अलमारी. बाहर खड़े खड़े छू सकेगा. अलमारी में शीशे के जार हैं. उनमें एक जार में पूरा, ഞങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ എന്തിനെ പറ്റിയായിരിക്കും ആലോചിക്കുന്നത്, കഞ്ചയെ പറ്റിയാണ്. അവിടെ ആ കതകിൻ്റെ സിങ്ച്ച എന്ന് പറഞ്ഞാൽ ഈ കതകിൻ്റെ ബോർഡറിൽ ഇങ്ങനെ മരത്തിൻ്റെ ഇങ്ങനെ പട്ടി ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവും. അതിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ്. ഉസ്നെ സടക്കി തരഫ് ദേക്ക, റോഡിലോട്ട് നോക്കുകയാണ്. ഉസ് മോഡ് പർ ദുക്കാൻ ഹെ, ആ വളവിൽ തന്നെ ഒരു കടയുണ്ട്. ദുക്കാൻ മേ അൽമാരി, ആ കടയിൽ ഒരു അൽമാരി ഉണ്ട്. ബാഹർ ഖടെ ഖടെ ഛൂ സകേഗ, അവിടെ പുറത്ത് നിന്നാൽ തന്നെ അൽമാരി തൊടാനായിട്ട് പറ്റും, അത്ര ദൂരത്തിലാണ് ആ അൽമാരി ഉള്ളത്. അപ്പോൾ അൽമാരി മേ ശീശയ്ക്ക് ജാർ ഹെ, അൽമാരിയിലാണെങ്കിലോ കുപ്പികളുണ്ട്, ജാർസ് ഉണ്ട്. ഉന്മേ ഏക് ജാർ മേ പൂര, അവിടെയുള്ള ആ ജാറിൽ ഒരു ജാറിൽ മുഴുവനും, അപ്പോൾ എന്തായിരിക്കും, കഞ്ച അല്ലേ. ബസ്ത കന്ധേ പർ ലഡ്കായെ വ ചൽനെ ലഗ, അപ്പോൾ അവൻ പോയിട്ട് സ്കൂൾ ബാഗ് എടുത്ത് തോളിലിട്ടു, എന്നിട്ട് നടക്കാൻ തുടങ്ങി. ദുക്കാൻ നസ്ദീഖ് ആ രഹി ഹെ, ആ കട ഇങ്ങനെ അടുത്ത് വരികയാണ്, കാരണം നടന്ന് നടന്ന് അതിൻ്റോട്ട് നീങ്ങുകയാണ്. ഉസ്കി ചാൽ കി തേസി ബടി, അടുത്തോട്ട് നീങ്ങുന്നതും അവൻ്റെ സ്പീഡ് കൂടുകയാണ്, ആ കട അടുത്തെത്തുമ്പോഴേക്കും. അൽമാരിക്ക് സാമനെ ഖടാ ഹോഗയ, വേഗം വേഗം നടന്ന് അവൻ അൽമാരിയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്നു. ദുക്കാൻദാർ ഹസ, ദുക്കാൻദാർ ചിരിച്ചു. ഉസെ മാലൂം ഹുവാ കി ദുക്കാൻദാർ ഉസ്കെ ഇന്തസാർ മേ ഹെ, വഹ് ഭി ഹസ. അപ്പോൾ അവന് മനസ്സിലായി, അവന് മനസ്സിലായി ആ കടക്കാരൻ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്തസാർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, അവനും കാത്തു നിൽക്കുകയാണ് എന്ന് മനസ്സിലായി. വഹ് ഭി ഹസ, അവനും ചിരിച്ചു. कंचा चाहिए है ना, उसने सिर हिलाया. दुकानदार जार का ढक्कन जब खोलने लगा तब अप्पू ने पूछा, अच्छे कंचे है ना. അപ്പോൾ കഞ്ച ചാഹിയെ ഹേ നാ, അപ്പോൾ കഞ്ച വേണം നിനക്കല്ലേ. ഉസ്നെ സിർ ഹിലായ, അവൻ തലയാട്ടി. ആ കടക്കാരൻ എന്താ ചെയ്തത്, ദുക്കാൻദാർ ജാർ കാ ഢക്കൻ ജബ് ഖോലേ ലഗ, അതിൻ്റെ ഢക്കൻ എന്ന് പറഞ്ഞാൽ അടപ്പ്, ആ ജാറിൻ്റെ അടപ്പ് തുറക്കാൻ തുടങ്ങിയതും അപ്പുനെ പൂച്ച അച്ഛേ കഞ്ചേ ഹേ നാ, നല്ല കഞ്ചയല്ലേ ഇത് എന്ന് ആര് ചോദിച്ചു, അപ്പു ചോദിച്ചു. ബഡിയ ഫസ്റ്റ് ക്ലാസ് കഞ്ചേ, തുമേ കിത്നെ കഞ്ചേ ചാഹിയേ. അപ്പോൾ ബഡിയ അടിപൊളി നല്ല ഫസ്റ്റ് ക്ലാസ് കഞ്ചേ, നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള കഞ്ചയാണ്. തുമേ കിത്നെ കഞ്ചേ ചാഹിയേ, നിനക്ക് എത്രയാ വേണ്ടേ, എത്ര ഗോട്ടിയാണ് വേണ്ടത്. കിത്നെ കഞ്ചേ ചാഹിയേ, കിത്നെ ചാഹിയേ, കിത്നെ. उसने जेब में हाथ डाला, 1 रुपया और 50 पैसे हैं. അപ്പോൾ കിത്നെ കഞ്ചേ ചാഹിയേ, കിത്നെ ചാഹിയേ, കിത്നെ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് എത്ര വേണം എനിക്ക്. ഉസ്നെ ജേബ് മേ ഹാത്ത് ഡാല, ഇങ്ങനെ കൈ പോക്കറ്റിലിട്ട് നോക്കി, അതിലെന്താ ഉണ്ടായിരുന്നത്, ഫീസ് കൊടുത്തിട്ടില്ല, അപ്പോൾ ഫീസിൻ്റെ ആ കാശ് അതുപോലെ ഉണ്ട്. 1 रुपया और 50 पैसे, 1 രൂപ 50 പൈസ. ഉസ്നെ വ നിക്കാൽ കർ ദിഖായ, അവൻ അതെടുത്ത് കാണിച്ചു. ദുക്കാൻദാർ ചോങ്ക,
ഇത്രേ സാരെ പേസോക്കെ ദുക്കാൻദാർ ചോങ്ക അവന് എന്താണ് അതിശയം തോന്നിപ്പോയി കടക്കാരന്. ഇത്രേ സാരെ പേസോക്കെ ഇത്രയും കൂടുതൽ കാശിൻ്റെ കഞ്ച വേണോ നിനക്ക്? സബ്ക്കെ എല്ലാത്തിൻ്റെയും. അപ്പോൾ പഹലെ കഭി കിസി ലഡ്കേനെ ഇത്നി ബഡി റക്കം സേ കഞ്ചെ നഹി ഖരീദേ ഥേ. അപ്പോൾ കടക്കാരന് അതിശയം തോന്നാൻ കാരണമുണ്ട്. കാരണം ഇത്രയും വലിയ കാശിന് പണ്ട് കാലത്ത് ഈ 1.5 രൂപ എന്ന് പറയുന്നത് വലിയ കാശാണ്. അപ്പോൾ ഇത്രയും വലിയ കാശിന് ഒരു കുട്ടിയും ഇതുവരെ അവിടെ നിന്ന് ഗോട്ടി മേടിച്ചിട്ടില്ല. ഇത്നി കഞ്ചോക്കി ജറൂരത് ക്യാ ഹേ? ഇത്രയധികം കഞ്ചയുടെ ആവശ്യം നിനക്ക് എന്താണ്? വ मैं नहीं बताऊंगा, ഞാൻ പറയത്തില്ല. दुकानदार सब ज़माने में बच्चा रहा था, उसके साथ ही मिलकर खरीद रहे होंगे, यही उनके लिए खरीदने आया होगा. അപ്പോൾ ദുക്കാൻദാറിന് മനസ്സിലായി ആ കടക്കാരനും എന്താണ് പണ്ട് എന്തോ ഒരു കൊച്ചുകുട്ടിയായിരുന്നു അല്ലേ, എല്ലാവരും അവരുടെ കുട്ടിക്കാലത്ത് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്. വ ബി കിസി ജമാനെ മേ ബച്ചാ റഹാ ഥാ. ഏതോ ഒരു കാലത്ത് അയാളും ഒരു കുട്ടിയായിരുന്നല്ലോ. ഉസ്കെ സാഥി മിൽക്കർ ഖരീദ് രഹേ ഹോങ്കെ. അപ്പോൾ അവർ പണ്ട് കാലത്ത് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി കാശിട്ടിട്ട് ഒരുമിച്ച് പോവാതെ ഒരാൾ പോയിട്ടാണ് മേടിക്കുന്നത്. അതുപോലെ ഈ കുട്ടിയും വന്നിട്ടുണ്ടാവും. ഉസ്കെ സാഥി മിൽക്കർ ഖരീദ് രഹേ ഹോങ്കെ. എല്ലാവരും ഒരുമിച്ചായിരിക്കും ഈ ഗോട്ടി മേടിക്കുന്നത്, ഒരുമിച്ചല്ലേ കളിക്കുന്നത് ഗോട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കളിക്കുന്നതായിരിക്കാം. അപ്പോൾ എല്ലാവരും കൂടെ ഈ കുട്ടിയെ അയച്ചിട്ടുണ്ടാവും. യഹി ഉൻകെ ലിയെ ഖരീദ്നെ ആയാ ഹോഗ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് മേടിക്കാനായിട്ട് വന്നതായിരിക്കാം ഇവൻ. അപ്പോൾ വ കഞ്ചെ ഖരീദ്നെ കി ബാത് ജോർജ് കെ സിവ ഓർ കിസി കോ ബതാനാ നഹീ ചാഹതാ താ. എന്തുകൊണ്ടാണ് അപ്പു ആരോടും പറയാത്തത്? ഇവൻ കടക്കാരനോട് പോലും പറഞ്ഞില്ല ഈ ഇത്രയും കഞ്ച കൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം എന്താ? കഞ്ചയെ പറ്റിയുള്ള കാര്യം അപ്പു ജോർജിൻ്റെ അടുത്ത് മാത്രമാണ് പറയാൻ ആഗ്രഹിച്ചത്. വ കഞ്ചെ ഖരീദ്നെ കി ബാത് ജോർജ് കെ സിവ, ജോർജിനെ അല്ലാതെ ഓർ കിസി കോ ബത്താനാ നഹീ ചാഹതാ താ, വേറെ ആർക്കും പറയാനായിട്ട് അവൻ ആഗ്രഹിച്ചില്ല. ഈ കഞ്ച മേടിക്കുന്ന കാര്യമോ ഈ കഞ്ചയുടെ ആ ഭംഗിയെ പറ്റി ഒന്നും അവൻ പറയാൻ ആഗ്രഹിച്ചില്ല. ദുക്കാൻദാറിനെ പൂച്ചാ ക്യാ തുമേ കഞ്ച ഖേൽനാ ആത്താ ഹേ? അപ്പോൾ നിനക്ക് കളിക്കാൻ അറിയോ? കഞ്ച നല്ലോണം കളിക്കാൻ അറിയോ? വ നഹീ ജാൻതാ ഥാ. തോ ഫിർ അവൻ തലയാട്ടി കാണും അല്ലേ, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ തോഫിർ പിന്നെ അല്ലാതെ പിന്നെ എന്താ ഇത് ചെയ്യാൻ പോകുന്ന ഈ കഞ്ച കൊണ്ട് എന്ന രീതിയിൽ കടക്കാരൻ ചോദിച്ചു. തോഫിർ कैसे कैसे सवाल पूछ रहा है. उसका धीरज जवाब दे रहा था. उसने हाथ फैलाया. दे दो. दुकानदार हंस पड़ा. അപ്പോൾ कैसे कैसे सवाल पूछ रहा है, എന്താ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ ഇയാൾ ചോദിക്കുന്നത്? ഉസ്ക ധീരജ് ജവാബ് ദേ രഹാ ഥാ. എന്നിട്ടും അവൻ്റെ ആ ധൈര്യം അവൻ വിട്ടില്ല. അവൻ ധൈര്യത്തോടെ ഓരോന്നിനും ഇങ്ങനെ ഉത്തരം പറയുന്നുണ്ടായിരുന്നു. ഉസ്നെ ഹാത്ത് ഫെലായ, അവൻ കൈ ഇങ്ങനെ നീട്ടി. ദേദോ, തന്നോ, എനിക്കിപ്പോൾ തന്നെ ആ ഗോട്ടികൾ തന്നോ എന്ന് പറഞ്ഞു. ദുക്കാൻദാർ ഹസ്പട, ദുക്കാൻദാറിന് കടക്കാരന് ചിരി വന്നു. വഹ് ബി ഹസ്പട, അവനും ചിരിച്ചു. कागज़ की पोटली छाती से चिपटाए व नीम के पेड़ों की छाँव में चलने लगा. അപ്പോൾ ഈ കാഗസ് കി പോട്ട്ലി, അതായത് പേപ്പറിലാണ് ഈ ഗോട്ടിയൊക്കെ ഇട്ട് കൊടുത്തത് കടക്കാരൻ. അതിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് നെഞ്ചിനോട് ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടാണ് അപ്പു നടക്കുന്നത്. അപ്പോൾ നീം കെ പേടോ കി ഛാവ് മേ ചലനെ ലഗ. എവിടെയൊക്കെ തണലുണ്ടോ ആ തണലിലൂടെ, നീം ക പേട്, ആ വേപ്പിൻ്റെ ആ മരത്തിൻ്റെ തണലിലൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. കഞ്ചെ അബ് ഉസ്കി ഹത്തേലി മേ ഹേ, ജബ് ചാഹെ ബാഹർ നിക്കാൽ ലേ. ഉസ്നെ പോട്ട്ലി ഹിലാക്കർ ദേഖാ. അപ്പോൾ കഞ്ച അബ് ഉസ്കി ഹത്തേലി മേ, അവൻ്റെ ഉള്ളം കയ്യിലാണുള്ളത് എന്ത്? കഞ്ച. ജബ് ചാഹെ ബാഹർ നിക്കാൽ, എപ്പോൾ വേണമെങ്കിലും അവൻ എടുത്ത് കളിക്കാൻ പറ്റും. ഉസ്നെ പോട്ട്ലി ഹിലാക്കർ ദേഖാ, ആ പോട്ട്ലി എടുത്തിട്ട് ഇങ്ങനെ കുലുക്കി നോക്കി. വഹസ് റഹാത്ത, കാരണം അവന് സന്തോഷമായ ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ പോട്ട്ലീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുലുക്കി നോക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട്. ഗോട്ടികളിങ്ങനെ തമ്മിൽ മുട്ടുമ്പോൾ ശബ്ദമാവുന്നുണ്ട്. അപ്പോൾ വഹസ് റഹാത്ത, അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ട്. ഉസ്ക ജി ചാത്ത ഥാ കാശ് പൂരാ ജാർ ഉസെ മിൽ ജാത്ത. जार मिलता तो उसके छूने से ही कंचे को छूने का एहसास होता. അപ്പോൾ ഉസ്ക ജി ചാത്ത, അവൻ എന്താ ആഗ്രഹമുണ്ടായിരുന്നത്? കാശ് പൂരാ ജാറു സെ മിൽ ജാത്ത. ഓഹ്, ആ മുഴുവൻ ജാറും കിട്ടിയിരുന്നെങ്കിലോ എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. ജാർ മിൽത്താ തോ ഉസ്കി ഛൂനെ സെ ഹി കഞ്ചെ കോ ഛൂനെ കാ എഹ്സാസ് ഹോത്താ. ആ ജാറ് കിട്ടിയായിരുന്നെങ്കിൽ ഒന്ന്
തൊട്ടാൽ മതി അപ്പോഴേക്കും ആ കഞ്ച തൊടുന്ന ആ ഫീലിംഗ് ആണ് അവന് കിട്ടുന്നത്. കാരണം ജാറ് കാണുമ്പോൾ തന്നെ ആ കഞ്ചയുടെ ആ ഭംഗി അവൻ എന്താണ് അതിൽ മുഴുകുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു അവൻ ആ കഞ്ചയുടെ ജാറ്. एकाएक उसे शक हुआ, क्या सब कंचों में लकीर होगी? एकाएक അതായത് പെട്ടെന്ന് അവൻ്റെ മനസ്സിലൊരു ഡൗട്ട്. ക്യാ സബ് കഞ്ചോ മേ ലക്കീർ ഹോഗി, എല്ലാ ഗോട്ടിയിലും ആ ലൈൻസ് ഉണ്ടാവോ? ലക്കീർ ഹോഗി, അവനെന്താ വേണ്ടത്? ഹരി ലക്കീർ വാലേ, അതല്ല അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അവനിങ്ങനെ ആലോചിക്കുകയാണ്, കുറേ കഞ്ച കിട്ടി, ആ കഞ്ചയിൽ എല്ലാത്തിനും ആ ലൈൻസ് ഉണ്ടാവുമോ? ഉസ്നെ പോട്ട്ലി ഖോൽക്കർ ദേഖ്നെ കാ നിശ്ചയ കിയ, അവൻ എന്താ തീരുമാനിച്ച് ആ ബണ്ടിൽ എടുത്തിട്ട് തുറന്നൊന്ന് നോക്കാനായിട്ട് തീരുമാനിച്ചു. ബസ്താ നീച്ചെ റഖ്കർ വ ധീരെ സെ പോട്ട്ലി ഖോൽനെ ലഗ, ആ ബാഗ് താഴെ വെച്ചിട്ട് പതുക്കെ അവൻ ആ പോട്ട്ലി ആ ബണ്ടിൽ ഇങ്ങനെ തുറന്നു. എന്താണ് കഞ്ചയുള്ള ആ ബണ്ടിൽ തുറന്നു നോക്കി. പോട്ട്ലി ഖുലി और सारे कंचे बिखर गए, वे सड़क के बीचों बीच പਹੁഞ്ച് രഹേ ഹേ. അപ്പോൾ അവൻ ആ പോട്ട്ലി തുറന്നതും എല്ലാ കഞ്ചയും താഴോട്ടിങ്ങനെ എന്താണ് വിരിഞ്ഞു, അതായത് ഇങ്ങനെ സ്പ്രെഡായി വീണു. ബിഖർ ഗൈ വി സടക്ക് ബീച്ചും ബീച്ച് പਹੁഞ്ച് രഹേ ഹേ. അപ്പോൾ ആ റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ പോവുകയാണ്, അതിങ്ങനെ സ്പ്രെഡാവുകയാണ്. ഇങ്ങനെ അത്രയ്ക്ക് ഗോട്ടി ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. അത് ആ പേപ്പർ തുറന്നതും ആ പോട്ട്ലി തുറന്നതും എല്ലാ കഞ്ചയും താഴെ ഇങ്ങനെ സ്പ്രെഡാവാൻ തുടങ്ങി. ബീച്ചും ബീച്ച് പਹੁഞ്ച് രഹേ, എല്ലാം ഇങ്ങനെ റോഡിൻ്റെ നടുവിലോട്ട് പോവുകയായിരുന്നു, ഉരുണ്ടുരുണ്ട് പോവുകയാണ്. क्षण भर सक पकाने के बाद वो उन्हें चुनने लगा. हथेली भर गई, वह चुने हुए कंचे कहाँ रखे? അപ്പോൾ ക്ഷൺഭർ, അതായത് കുറച്ച് സമയം കൊണ്ട് തന്നെ, കുറച്ച് സമയത്തേക്ക് അവൻ എന്താണ് അവൻ്റെ ആ ഒരു ടെൻഷൻ പോലെയായി അവന്. സക് പക്കാനേക്ക് ബാദ്, അതിന് ശേഷം അവൻ എന്താ ചെയ്തത്? ഓരോന്നും ഇങ്ങനെ എണ്ണി എടുക്കാൻ തുടങ്ങി. ചുന്നയിലക, ഓരോന്നും ഇങ്ങനെ എടുക്കാൻ തുടങ്ങി. ഹത്തേലി ഭർ ഗൈ, ഉള്ളം കൈ നിറഞ്ഞു പോയി. അപ്പോൾ ചുനേ ഹുവേ കഞ്ചെ കഹാ റഖേ, ഈ എടുത്തിരിക്കുന്ന കഞ്ചയൊക്കെ അവൻ എവിടെ വെക്കാനാണ്? स्लेट और किताब बस्ते से बाहर रखने के बाद कंचे बस्ते में डालने लगा. അപ്പോൾ സ്ലേറ്റും ബുക്സും ഒക്കെ ബാഗിൽ നിന്ന് പുറത്ത് വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തത്? ആ കഞ്ച മുഴുവനും ബാഗിലിടുകയും ചെയ്തു. 1 2 3 4. एक कार सड़क पर ब्रेक लगा रही थी, वह उस वक्त भी कंचे चुनने में मग्न था. അപ്പോൾ ഇവനിങ്ങനെ എണ്ണി എണ്ണി കഞ്ച ഓരോന്നും എടുത്തിട്ട് ബാഗിലിടുകയാണ്. ബുക്കും സ്ലേറ്റും ഒക്കെ അവൻ പുറത്ത് വെച്ചു. ആ സമയത്ത് എക്കാർ സഡക് പർ ബ്രേക്ക് ലഗാ റഹി തീ, വന്നത് ഒരു കാറ് ബ്രേക്ക് ഇടുകയാണ് ചെയ്തത് അവനെ കണ്ടതും. ഉസ് വക്ത് ഭീ കഞ്ചെ ചുന്നേ മേ മഗ്നത, ആ സമയത്ത് അവൻ്റെ ബോധം, അവൻ അത്രയ്ക്ക് ശ്രദ്ധയില്ല. അവൻ ഇത് എണ്ണിക്കൊണ്ട് ഇങ്ങനെ ബാഗിൽ ഓരോന്നും എടുത്തിടുകയാണ്, കഞ്ച എടുത്തിട്ട് ബാഗിലിടുകയാണ്. ഉസ് വക്ത് ഭീ, ആ സമയത്തും അവൻ എന്താണ് ചെയ്യുന്നത്? ചുന്നേമേ മഗ്നത, ഓരോന്നും ഇങ്ങനെ എണ്ണി എണ്ണി അതിൽ തന്നെ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. മഗ്നത, മുഴുകുക. അപ്പോൾ ഡ്രൈവർ को इतना गुस्सा आया कि उस लड़के को कच्चा खा जाने की इच्छा हुई. उसने बाहर झांक कर देखा, वह लड़का क्या कर रहा है. അപ്പോൾ ഡ്രൈവർക്ക് ഇतना गुस्सा आया, ആ ഡ്രൈവർ സഡൻ ബ്രേക്കാണ് ഇട്ടത്. ആ ഡ്രൈവറിന് വളരെയധികം ദേഷ്യം വന്നു. ഉസ് ലഡ്കെക്കോ കച്ചാ ഖാജാനേക്ക് ഇച്ഛാ ഹുയി. കച്ചാ ഖാജാന എന്ന് പറഞ്ഞാൽ ദേഷ്യം കൊണ്ട് പറയുന്നതാണ്. അവനെ പച്ചയോടെ കഴിക്കാനുള്ള ദേഷ്യം വന്നു, അതായത് ഭയങ്കര ദേഷ്യം വന്നു എന്നാണ്. ഉസ്നെ ബാഹർ ഝാങ്കർ ദേഖാ, വ ലഡ്ക ക്യാ കർ രഹാ ഹെ. അപ്പോൾ അവൻ പുറത്തോട്ട്, ആ ഡ്രൈവർ പുറത്തോട്ട് ഇങ്ങനെ എത്തി നോക്കി. ആ ആൺകുട്ടി എന്താ ചെയ്യുന്നത് അവിടെ ഇരുന്നിട്ട്? हॉर्न की आवाज़ सुन कंचे चुनते अप्पू ने बीच में सिर उठाकर देखा. सामने एक मोटर है और उसके भीतर ड्राइवर. उसने सोचा, क्या कंचे उसे भी अच्छे लग रहे हैं? शायद वह भी मज़ा ले रहा है. അപ്പോൾ ഹോൺ की आवाज़ सुन कंचे चुनते अप्पू ने बीच में सिर उठाकर देखा. എണ്ണുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഹോൺ കേട്ടു. ആ ഹോണിൻ്റെ ശബ്ദം കേട്ട് ഇങ്ങനെ നോക്കി അപ്പു. സാമനെ एक മോട്ടർ ഹെ और उसके भीतर ഡ്രൈവർ. അവിടെ ഒരു മോട്ടർ ഉണ്ട്, അതായത് കാറുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ഡ്രൈവർ ഉണ്ട്. उसने सोचा, क्या कंचे उसे भी अच्छे लग रहे हैं? शायद वह भी मज़ा ले रहा है. അപ്പോൾ അവൻ്റെ മനസ്സിലൊന്നും തലയിൽ പോകുന്നില്ല. അവനിങ്ങനെ ആലോചിക്കുകയാണ്, ഇത് കണ്ടിട്ട് നിർത്തിയതായിരിക്കാം ഡ്രൈവർ. അപ്പോൾ ഡ്രൈവറിനും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും കഞ്ചയെ പറ്റി, അതായിരിക്കാം നിർത്തിയത്. ക്യാ കഞ്ചെ ഉസേ ബി അച്ഛേ ലഗ് രഹേ ഹേ, അയാൾക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ കഞ്ച എന്ന് പറയുന്നത്? ഇഷ്ടമാണോ? ഷായദ് വഹ് ബി മസാ ലേ രഹാ ഹെ, ചിലപ്പോൾ അയാളും ഇത് എൻജോയ് ചെയ്യുന്നുണ്ടാവും ഈ കഞ്ച കണ്ട് എന്നിങ്ങനെ അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്.
एक कंचा उठाकर उसे दिखाया और हंसा. बहुत अच्छा है ना. അപ്പോൾ ഒരു കഞ്ച എടുത്തിട്ട് ഡ്രൈവറിനെ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബഹുത് അച്ഛാ ഹൈ നാ, നല്ലയുണ്ട് കാണാനല്ലേ എന്ന് ഡ്രൈവറിനെ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഡ്രൈവർ കാ ഗുസ്സ ഹവാ ഹോ ഗയാ വഹസ് പടാ. ഹവാ ഹോ ഗയ എന്ന് പറഞ്ഞാൽ ആ ദേഷ്യം പോയി എന്ന്. അപ്പോൾ ഡ്രൈവർ കാ ഗുസ്സ ഹവാ ഹോ ഗയ, ഡ്രൈവറുടെ ദേഷ്യമൊക്കെ അവിടെ നിന്ന് തന്നെ പോയി. വഹസ് പട, ചിരിക്കാൻ തുടങ്ങി ഡ്രൈവർ. बस्ता कंधे पर लटकाए, स्लेट किताब शीशी पेंसिल सब छाती से चिपकाए वह घर आया. എന്താ ചെയ്തത് അപ്പു? ആ ബാഗിൽ മുഴുവനും എന്താണ്? ഗോട്ടിയാണ്, കഞ്ചയാണ്. കന്ധേപ്പർ ലട്കായെ, അത് തോളിൽ ഇങ്ങനെ തൂക്കിയിട്ടു. എന്നിട്ട് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് എന്തൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്? സ്ലേറ്റ്, കിതാബ്, ഷീഷി, ആ കുപ്പി, വെള്ളത്തിൻ്റെ കുപ്പിയും പെൻസിലും എല്ലാം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് സബ് ഛാത്തി സെ ചിപ്കായെ വ ഘറായ, അങ്ങനെ വീട്ടിലെത്തി. उसकी माँ शाम की चाय तैयार कर उसकी राह देख रही थी. അവൻ്റെ അമ്മ വൈകുന്നേരമായതോടെ ചായയൊക്കെ റെഡിയാക്കിയിട്ട് അവൻ വരുന്നതും കാത്ത് നിൽക്കുകയായിരുന്നു. उसकी राह देख रही थी. അപ്പോൾ बरामदे की बेंच पर स्लेट व किताबें फेंक कर वह दौड़ कर माँ के गले लग गया. उसके लौटने में देर होते देख माँ घबराई हुई थी. അപ്പോൾ बरामदे के बेंच पर, ആ ബറാമദ അതായത് ആ സിറ്റ് ഔട്ടിലുള്ള ഒരു ബെഞ്ചിൽ ഈ സ്ലേറ്റും പുസ്തകവും എല്ലാം ഇങ്ങനെ എറിഞ്ഞു. ഫേങ്കർ, എറിഞ്ഞിട്ട് ദോഡ്കർ മാക്കെ ഗലയിലൊക്കെ ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു. ഉസ്കെ ലോട്ട്നേക്ക് ദേർ ഹോത്തെ ദേഖ് മാ ഘബ്രായി ഹുയിത്തെ. അമ്മയാണെങ്കിലോ അവിടെ ഇങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. എന്താ കുട്ടി വരാത്ത, ഇത്രയും സമയം എന്താ എടുക്കുന്നത് എന്നിങ്ങനെ അമ്മ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഉസ്കെ ലോട്ട്നേമേ, അവൻ തിരിച്ച് വരുന്നത് ലേറ്റ് ആയത് കാരണം അമ്മ ഇങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. ഉസ്നെ ബസ്ത ജോർ സെ ഹിലാക്കർ ദിഖായ, അവൻ ആ ബാഗ് നല്ലോണം ഇങ്ങനെ കുലുക്കി കാണിച്ചു അമ്മയ്ക്ക്. അരേ യഹ് ക്യാ, മാനെ പൂച്ച. അരേ ഇതെന്താ, അമ്മ ചോദിച്ചു. മാ നഹി ബത്താവുങ്കാ, വ ബോല, ഞാൻ പറയത്തില്ല. മുജ്സെ നഹി കഹിഗാ, എൻ്റെ അടുത്ത് പറയത്തില്ലേ നീ. അപ്പോൾ കഹൂങ്കാ. മാ ആഖേ ബന്ദ് കർ ലോ, ആ ഞാൻ പറയാം അമ്മേ, കണ്ണു നടച്ചേ. മാനെ ആഖേ ബന്ദ് കർ ലി. ഉസ്നെ ഗിനാ 1 2 3. അപ്പോൾ माँ ने आँखें खोल कर देखा, बस्ते में कंचे ही कंचे थे. वह कुछ और हैरान हुई. അപ്പോൾ അമ്മയെടുത്ത് കണ്ണടയ്ക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ മാനെ ആँखें ബന്ദ് കർ ലി, അമ്മ കണ്ണടച്ചു. അവൻ എണ്ണാൻ തുടങ്ങി. 1 2 3, കണ്ണ് തുറന്നു പോകുന്ന രീതിയിൽ. അപ്പോൾ മാനെ ആँखें खोल कर देखा, അമ്മ കണ്ണ് തുറന്നു നോക്കി. ആ ബാഗിൽ എന്താണ്? കഞ്ചേ ഹി കഞ്ചേ, ഗോട്ടികൾ മാത്രം നിറഞ്ഞിട്ടുണ്ട് ആ ബാഗിൽ. കുച്ച് ഓർ ഹെറാൻ ഹുയി, അമ്മയ്ക്ക് ഇനിയും അതിശയം തോന്നിപ്പോയി. എന്താ ഇത്, ഇത്രയും സാരി കഞ്ചെ കഹാസെ ലായ, ഇത്രയും കൂടുതൽ എന്താണ് ഇത് മാർബിൾസ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഖരീദേ ഹേ, മേടിച്ചതാ. पैसे, പിന്നെ കാശ് എവിടെ നിന്ന് കിട്ടി എന്ന രീതിയിൽ पैसे. पिताजी की तस्वीर की ओर इशारा करते हुए उसने कहा, दोपहर को दिए थे ना. അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അവനിങ്ങനെ ചോദിച്ചു, ഉച്ചയ്ക്ക് തന്നതല്ലേ? माँ ने दांतों तले उंगली दबाई. फीस के पैसे, इतने सारे कंचे कहाँ काहे को लिए? आखिर खेलोगे किसके साथ? उस घर में सिर्फ वही है. उसके बाद एक मुन्नी हुई थी, उसकी छोटी बहन मगर. അപ്പോൾ മാനെ ദാന്തോ തലെ ഉംഗ്ലി ദബായ. ദാന്തോ തലെ ഉംഗ്ലി ദബാന പറഞ്ഞാൽ ഇങ്ങനെ വിരൽ ഇങ്ങനെ പല്ലുകൾക്കിടയിൽ വെക്കുക, അതായത് ആശ്ചര്യം തോന്നുക, അതിശയം തോന്നുക. അമ്മയ്ക്ക് അതിശയം തോന്നിപ്പോയി, ഇവൻ എന്ത് മണ്ടത്തരം ഇത് ചെയ്തത്. ഫീസ് കെ പേസെ, ഫീസിൻ്റെ കാശും ഉണ്ടോ? ഇത്രേ സാരെ കഞ്ചെ കാഹേക്കോ ലിയേ, നീ ഇത്രയും കഞ്ച എന്തുകൊണ്ടാണ് മേടിച്ചേ? ആഖിർ ഖേലോगे കിസ്കെ സാത്ത്, നീ ആരുടെ കൂടെ കളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് മേടിച്ചിരിക്കുന്നത്? ഉസ് ഘർ മേ സിർഫ് വഹി ഹെ, ആ വീട്ടിൽ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉസ്കെ ബാദ് എക് മുന്നി ഹുയി തി, ഉസ്കി ഛോട്ടി ബഹൻ മഗർ. അപ്പോൾ ആ വീട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ, അവന് ശേഷം ഒരു അനുജത്തി അവനുണ്ടായിരുന്നു. അതായത് ആ അനുജത്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഉസ്കി ഛോട്ടി ബഹൻ മഗർ, ഇപ്പോൾ ആ അനുജത്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. മാക്കി പൽക്കെ ഭീഗ് ഗൈ, മാക്കി പൽക്കെ ഭീഗ് ഗൈ, അതായത് കണ്ണുകൾ നിറഞ്ഞു. ഉസ്കി മാ റോ രഹി ഹെ, അമ്മ കരയാൻ തുടങ്ങി. അപ്പു നഹി जान सका कि माँ क्यों रो रही है. क्या कंचा खरीदने से? ऐसा तो नहीं हो सकता. तो फिर അപ്പു നഹി ജാൻ സക कि माँ क्यों रो रही है, അവന് മനസ്സിലായില്ല അമ്മ എന്തിനാ കരയുന്നതെന്ന്. ക്യാ കഞ്ച ഖരീദ്നേസേ, ഞാൻ കഞ്ച മേടിച്ചതുകൊണ്ടാണോ കരയുന്നത്? ऐसा तो नहीं हो सकता, അല്ല അതായിരിക്കത്തില്ല. तो फिर
അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അമ്മ കരയുന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് അപ്പു. उसकी आंखों के सामने बूढ़ा दुकानदार और कार का ड्राइवर खड़े खड़े हंस रहे थे. वे सब पसंद करते हैं, सिर्फ माँ को कंचे क्यों पसंद नहीं आए. അവൻ്റെ മനസ്സിൽ ഇങ്ങനെ അവൻ ആലോചിക്കുകയാണ്. ഉസ്കി ആങ്കോക്ക് സാമനെ, അവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഇങ്ങനെ ഓരോ സീനും വരികയാണ്. ബൂഢാ ദുക്കാൻദാർ, ആ പ്രായമുള്ള ആ കടക്കാരൻ, അയാൾ ചിരിക്കുകയായിരുന്നു. അവൻ മേടിച്ചപ്പോൾ സന്തോഷത്തോടെ അയാൾ ചിരിക്കുന്നുണ്ടായിരുന്നു. കാർക്ക ഡ്രൈവർ, അവൻ്റെ പിറകിലോട്ട് അവൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ആ കാറിൻ്റെ ഡ്രൈവറും അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു സന്തോഷത്തോടെ. അപ്പോൾ വിസബ് പസന്ദ് കർത്തെ, അവർക്ക് എല്ലാവർക്കും ഈ കഞ്ച ഇഷ്ടപ്പെട്ടു. സിർഫ് മാക്കോ കഞ്ചെ ക്യൂ പസന്ദ് നെയ് ആയ, അമ്മയ്ക്ക് മാത്രം എന്താ ഈ കഞ്ച ഇഷ്ടപ്പെടാത്തെ. ഷായദ് കഞ്ച അച്ഛേ നഹീ ഹൈ, ചിലപ്പോൾ ഈ കഞ്ച നല്ലതല്ലായിരിക്കും. ബസ്തേ സെ ആംവലെ ജैसे കഞ്ചെ നിക്കാൽത്തെ ഹുവേ ഉസ്നെ കഹാ ബുരേ കഞ്ചെ ഹൈ നാ. അപ്പോൾ അവൻ ഈ എടുത്തിട്ട് ആ ബാഗിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, നല്ല കഞ്ചയല്ല അല്ലേ, ചീത്ത കഞ്ചയാണിതല്ലേ എന്ന് ചോദിക്കുകയാണ്. നഹി അച്ഛേ ഹേ, ദേഖ്നെ മേ ബഹുത് അച്ഛേ ലഗ്തേ ഹൈ നാ, ബഹുത് അച്ഛേ ലഗ്തേ ഹൈ. വഹ് ഹൻസ് പടാ. അപ്പോൾ അമ്മയോട് അവൻ ചോദിച്ചു, ഇത് ചീത്തയാണ് കഞ്ച അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയണ, അല്ല നല്ല കഞ്ചയാണിത്. നഹി അച്ഛേ ഹേ, ദേഖ്നെ മേ ബഹുത് അച്ഛേ ലഗ്തേ ഹൈ നാ. അവൻ വീണ്ടും ചോദിച്ചു, കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതല്ലേ എന്ന് ചോദിച്ചു. ബഹുത് അച്ഛേ ലഗ്തേ ഹൈ, ആ നല്ല ഭംഗിയുണ്ടെന്ന് അമ്മയും പറഞ്ഞു. വഹ് ഹൻസ് പടാ. അപ്പോൾ അവന് സന്തോഷമായത് കേട്ടപ്പോൾ. ഉസ്കി മാ ബി ഹൻസ് പടി, അവൻ്റെ അമ്മയും ചിരിക്കാൻ തുടങ്ങി സന്തോഷത്തോടെ. ആंसू से गीले माँ के गाल पर उसने अपना गाल सटा दिया. अब उसके दिल से खुशी ഛലക് രഹി തീ. നീ ആരുടെ കൂടിയാണ് കളിക്കാൻ പോകുന്നതെന്നല്ല അമ്മ ചോദിച്ചത്. ചിലപ്പോൾ അനുജത്തിയുടെ ഓർമ്മ അമ്മയുടെ മനസ്സിൽ വന്നത് കൊണ്ടായിരിക്കാം അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത്. അപ്പോൾ അവനെ സന്തോഷിപ്പിക്കാനായിട്ട് അമ്മ പറഞ്ഞു, നല്ല കഞ്ചയാണ് എന്ന് പറഞ്ഞ് അത് കേട്ടതും അവന് വളരെയധികം സന്തോഷമായി. ഉസ്കി മാ ബി ഹസ്പടി, അമ്മയും ചിരിക്കാൻ തുടങ്ങി. ആസൂസെ ഗീലെ മാ കെ ഗാൽ പർ ഉസ്നെ അപ്ന ഗാൽ സട്ടാ ദിയ. അപ്പോൾ ആ കരച്ചിൽ കൊണ്ട് നിറഞ്ഞ ആ കവിളുകൾ, അമ്മയുടെ കവിളുകളിൽ ഒട്ടിച്ച് അവൻ്റെ കവിളുകളും അവന് വെച്ചു. ഉസ്നെ അപ്ന ഗാൽ സട്ടാ ദിയ, അവൻ്റെ കവിളുകളും അമ്മയെ ഇങ്ങനെ ഒട്ടി പിടിച്ചു. അബ് ഉസ്കെ ദിൽ സെ ഖുഷി ഛലക് രഹി തീ. അപ്പോൾ അവൻ്റെ ആ മനസ്സിലുള്ള ആ സന്തോഷം ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു. അത്രയും സന്തോഷിച്ചു അവൻ ആ സമയത്ത്. കേന്ദ്രിത് എന്ന് പറഞ്ഞാൽ സ്ഥിർ, അതായത് ഫോക്കസ്ഡ് ആവുക. ഛാവ് എന്ന് പറഞ്ഞാൽ ഛായ, തണൽ. നോദോ ഗ്യാര ഹൂന ഭാഗ് ജാന, കാണാതാവുക, ഓടിപ്പോവുക. ജാർ എന്ന് പറഞ്ഞാൽ കാഞ്ച് കെ ഡിബ്ബെ, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഡബ്ബകൾ. കത്താർ എന്ന് പറഞ്ഞാൽ പങ്ക്തി, ലൈനിൽ. ആകൃഷ്ട് എന്ന് പറഞ്ഞാൽ ആകർഷിത്, അട്രാക്റ്റഡ് ആവുക. ടുക്കർ ടുക്കർ താക്കന എന്ന് പറഞ്ഞാൽ ടെക്ടക്കി ലഗാക്കർ ദീക്കണ, ഇങ്ങനെ നല്ലോണം നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. നിഷേധമേ എന്ന് പറഞ്ഞാൽ മനാകർണ, മനാകർണ എന്ന് പറഞ്ഞാൽ നിഷേധിച്ച് ഇല്ല എന്ന് പറയുക. പിന്നെ ഥാമേ എന്ന് പറഞ്ഞാൽ പക്കടേ, പിടിച്ചുകൊണ്ട്. മാത് ഖാന എന്ന് പറഞ്ഞാൽ ഹാർ ജാന, തോൽക്കുക. ആംഖോമേ ചിങ്കാരിയാം സുലഗ്ന ബഹുത് അധിക് ക്രോധിത് ഹോന, അതായത് കണ്ണുകളിൽ തീപ്പൊരികളെ പുകയുക, വളരെയധികം ദേഷ്യം വരിക. സുബക്ന ധീമി ആവാസ് മേ റോന, പതുക്കെ കരയുക, ശബ്ദം ഉണ്ടാക്കാതെ. ചിക്കോട്ടി ചുട്കി, പിച്ചുക. സിങ്ക്ചെ ലക്ടിക്കെ പട്ടി, മരത്തിൻ്റെ പട്ടികളെയാണ് സിങ്ക്ചെ എന്ന് പറയുന്നത്. റക്കം പേസി, തുക, ഒരു തുകയാണ്, കാശ്. പോട്ട്ലി എന്ന് പറഞ്ഞാൽ ഇവിടെ തേലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും എന്താണ് ഈ കഥയിൽ ബണ്ടിലായിട്ട് ഇങ്ങനെ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ബണ്ടിലിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ ആ കഞ്ച ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പോട്ട്ലി. ഗുസ്സ ഹവാ ഹോന, ഗുസ്സ ശാന്ത് ഹോ ജാന, ദേഷ്യം പെട്ടെന്ന് ഇല്ലാതാവുക. അങ്ങനെയാണ് ഗുസ്സ ഹവാ ഹോന, ദേഷ്യം ഇല്ലാതാവുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്